ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടുള്ള ഡിന്നറായിട്ടൊക്കെ ഇതുപോലെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഇതുപോലെ കഴിച്ചാൽ മതി കേട്ടോ, എന്നും കഴിച്ച് മടുത്തെങ്കിൽ. അപ്പം ഇത് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുഴക്കുകയും പരത്തുകയും ഒന്നും വേണ്ട. അതുപോലെ രാത്രി അരി കുതിർക്കാനോ അരക്കാനോ ഒക്കെ മറന്നാലൊന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവെടുക്കുക കേട്ടോ, കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി കുറവുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരും റവയും വെള്ളവും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ ഒരു റവയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. സവോള ഞാൻ ഒരു സവോളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു തടുക്ക പാനിലാണ് കേട്ടോ ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. കുഴിയുള്ള ഏത് ചട്ടിയിലും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, ബ്രഷിൽ എടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുത്താലും മതി. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് കറിയുടെ കൂടെയും ഇത് സെർവ് ചെയ്യുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ തക്കാളി ചട്നിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. മുഴുവനായിട്ടും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്